ഹായ് ഫ്രണ്ട്സ്, എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിതൊരു പുതിയ വീഡിയോ എടുക്കാവേ. നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് ചില മാറ്റങ്ങൾ വരുന്നു, അതാണ് ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. സഡൻ ചേഞ്ചസ് ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് ചില മാറ്റങ്ങൾ. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസിനേറ്റ് ആവുന്നില്ല. റെസിനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക കേട്ടോ. ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്, ആർക്ക് വേണമെങ്കിലും കാണാമേ. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ വരിക കേട്ടോ. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുകയും ചെയ്യാം, വാട്സപ്പിൽ വരാം. ടാരോട്ട് റീഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസിന് സൊല്യൂഷൻ വേണമെങ്കിൽ, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, നിങ്ങൾ ഒരുപാട് നാളായിട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് നടന്നിട്ട് പരിഹാരം ഉണ്ടാവുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വരിക, അതിനുള്ള ചില സൊല്യൂഷൻസ് തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ വാട്സപ്പിൽ വന്നാൽ മതി, വിളിച്ച് എന്നെ ശല്യം ചെയ്യില്ല കേട്ടോ. ചുമ്മാ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടെന്നും പറഞ്ഞ് ഉടനെ വിളിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വരിക എന്നുള്ളതാണ്, കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. കൂടുതൽ നിങ്ങൾ വാട്സപ്പിൽ വരുന്നതായിരിക്കും നല്ലത്, വിളിച്ച് എപ്പോഴും ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് കണ്ട, കമന്റിന് ഒരു മറുപടി പറയാന്ന് വിചാരിച്ചു. ദൈവം അനുവദിച്ചാൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുമെന്ന് പറഞ്ഞൊരു വീഡിയോയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരുന്നത്. അപ്പൊ അതിനകത്ത് വിവരമില്ലാത്ത ഒന്ന് രണ്ട് പേരുടെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. ആ ഒരു കമന്റ്, അപ്പൊ ദൈവം അനുവദിച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കാണുമെന്ന് ഞാൻ പറഞ്ഞത്, ഞാനിപ്പോ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഞാനൊരു വീഡിയോ ഇട്ടാൽ നിങ്ങൾ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, നിങ്ങൾ എന്റെ വീഡിയോ കാണും അല്ലെ. അപ്പൊ ടൈം ഉള്ളവർ അന്നേരം കാണും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ കാണും. അല്ലാതെ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ എന്റെ വ്യൂവേഴ്സ് എന്ന് പറയുമ്പോൾ 2 ലക്ഷത്തിന് മേലിലായിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഒരുപാട് പുതിയ ആളുകൾ എന്റെ വീഡിയോ കാണുന്നുണ്ട്. കണ്ടു കഴിഞ്ഞതിന് ശേഷം അവരെന്നെ വിളിക്കാറുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ പറയാറുണ്ട്. അപ്പോ അങ്ങനെയുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. അതായത് അവര് ആദ്യമായിട്ട്, ചിലവരാണെങ്കിൽ ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കിനാണ് അവർ ഈ ടാരോ റീഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം അറിയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇത് എന്താണെന്ന് ചോദിച്ചാണ് ചിലർ വിളിക്കുന്നത്. അപ്പൊ അവർക്ക് എന്തെങ്കിലും പ്രശ്നത്തിന് സൊല്യൂഷൻ കാണാൻ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലത്തിൽ ഇരിക്കുന്ന സമയത്ത്, ചില വ്യക്തികളാണ് ആത്മഹത്യയുടെ വക്കിലിരിക്കുന്ന സമയത്ത്, അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന്റെ ആ തമ്പനയിൽ അവർ കാണുന്നത്. അതായത് ഇങ്ങനെ ഒരു വീഡിയോ അവരുടെ മുന്നിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എത്തുകയാണ്. അവർ ഒരുപക്ഷെ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അവരുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു വീഡിയോ വരുന്നത്. അപ്പൊ അത് അവരെന്താണെന്ന് വിചാരിച്ചിട്ട് നോക്കുക. എന്തായാലും അവർക്ക് അങ്ങനെ ആ ഒരു ദൈവം ചിലവരുടെ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവരുടെ മുൻപിലേക്ക് ആ ഒരു വീഡിയോ എത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത്, ദൈവം അനുവദിച്ചാൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്ന് പറയുന്നതും, അല്ലെങ്കിൽ ഡിവൈൻ ടൈം ആകുമ്പോൾ, നിങ്ങളുടെ ഡിവൈൻ ടൈം ആകുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നൊക്കെ പറയുന്നത്, അവർ കാണേണ്ട ആ ഒരു ടൈം, അവരൊരു ടൈമിൽ അവരതുവരെ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇരിക്കുമ്പോൾ അവരുടെ മുൻപിലേക്ക് അങ്ങനെ അത് യൂണിവേഴ്സായിട്ട് എത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. വിവരമില്ലാത്തവര് ഇതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം കമന്റ് ഇടണം. ചുമ്മാ എന്തെങ്കിലും കണ്ടിട്ട് വായി തോന്നിയത് വിളിച്ച് കമന്റ് ആ സെക്ഷനിൽ കൊണ്ടുപോയിട്ട് ടൈപ്പ് ചെയ്ത് ഇടുക അല്ല വേണ്ടത് കേട്ടോ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്റെ വീഡിയോയിൽ എങ്ങനത്തെ തമ്പനയിൽ കൊടുക്കണം, എങ്ങനത്തെ വീഡിയോ ഇടണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. മോശം കമന്റ് ഇടാൻ കാത്തിരിക്കുന്ന കുറെ വ്യക്തികളുണ്ടല്ലോ, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുന്ന കുറെ, ആ കമന്റ് ഇട്ട വ്യക്തികളോടാണ് ഇപ്പൊ ഈ ഞാൻ പറഞ്ഞത്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് കാർഡുകൾ എടുത്തേക്കാം. ഒന്നാമത് ഹെർമിറ്റ്, രണ്ടാമത് ഹാങ്ഡ് മാൻ, 9 ഓഫ് സോർഡ്സ്, 10 ഓഫ് സോർഡ്സ്. വന്നിരിക്കുന്നത് 10 ഓഫ് സോർഡ്സ്, 9 ഓഫ് സോർഡ്സ്, ഹാങ്ഡ് മാൻ, ഹെർമിറ്റ്, ഏസ് ഓഫ് കപ്പ്, 5 ഓഫ് കപ്പ്, 2 കപ്പ് കേട്ടോ. 9 of wand, 3 of wand, temperance, 7 of cup, strength, 7 of pentacles. ചെറിയൊരു വീഡിയോ ആണ്, സഡൻ ചേഞ്ചസ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് വരാൻ പോകുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാല്, ഇവിടെ ചില പ്രശ്നങ്ങളിൽ കരയുന്ന വ്യക്തികളുണ്ട്, കരയുന്ന കാണാം. അതായത് ഇപ്പം ഒരുപാട് പ്രശ്നങ്ങളാണ്. 10 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്, 9 ഓഫ് സോർഡ്സ്, 10ഉം 9ഉം ആണ്. അത്രത്തോളം പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് കാണിക്കുന്നത്. ഒരുപാട് എന്തൊക്കെയോ പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുകയാണ്.
എനിക്ക് തോന്നുന്നത് ഇവിടെ 5 കപ്പും വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരോ നിങ്ങളെ ഉപേക്ഷിച്ച് പോയെന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ പ്രിയപ്പെട്ടത് എന്തൊക്കെയോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് പൈസയുടെ ആവശ്യം ഉണ്ടാവാം. എന്താ പറയാ, ഇപ്പൊ ഈ ഒരു മാസാവസാനമൊക്കെ ഇനിയിപ്പോ മാർച്ച് മാസമൊക്കെ വരുന്നു, പൈസക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഒരുപാട് കടങ്ങളൊക്കെ വീട്ടാൻ പൈസക്ക് ആവശ്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ കടം തന്നവരുടെ തന്നവരെന്ത് പറയല്ല, അവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് വിഷമിക്കുന്നതാവാം. ബാങ്കിന്റെ ലോൺ ആണെങ്കിൽ അതിന്റെ ഒക്കെ ഓർത്ത് വിഷമിക്കുന്നതാവാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കരച്ചിലാവാം. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാവാം, രോഗങ്ങളൊക്കെ ഉണ്ടാവാം. എന്തെങ്കിലും രോഗത്താല് ഒരുപാട് ബുദ്ധിമുട്ടുന്ന മാരകമായ രോഗങ്ങളോ ക്യാൻസറോ അല്ലെങ്കിൽ അങ്ങനെ വലിയ എന്താ പറയാ വലിയ വലിയ രോഗങ്ങൾ, ഹാർട്ട് അറ്റാക്ക് അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന വ്യക്തികളുടെ എനർജി ആവാം. നഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇനി ജീവിതത്തിലൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കടപ്പായിരിക്കുന്ന രോഗികളുടെ അവസ്ഥയാകുമ്പോൾ എന്തായാലും എന്തൊക്കെയോ വലിയ സങ്കടങ്ങളിൽ പെട്ട് കരയുന്നു. ഒരുപക്ഷെ അവരുടെ വ്യക്തികൾ ഉപേക്ഷിച്ച് പോയതാവാം. ചിലരുടെ വ്യക്തികൾ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി തിരികെ വരില്ലാത്ത രീതിയിൽ നഷ്ടപ്പെട്ട വ്യക്തികളുടെ എനർജിയും കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ എന്തൊക്കെയോ നഷ്ടങ്ങളുടെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് പലരും. അപ്പൊ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്ന കാലങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സമയത്ത് പ്രസന്റ് സിറ്റുവേഷൻ അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ വരുന്നവരാവാം. അവരുടെയൊക്കെ സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞാൽ ഹാങ്ങിഡ്മെന്റ് ആണ്. ഇപ്പം ആകാശത്തിലോ അല്ല ഭൂമിയിലോ അല്ലാത്ത രീതി തൂങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ. അതായത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, മൊത്തത്തിൽ കൺഫ്യൂഷൻ, എന്താണ് ചെയ്യേണ്ടത്, ഇനി മുന്നോട്ട് എങ്ങനെ എന്നൊന്നും അറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ ഇരിക്കുന്ന വ്യക്തികൾ. എല്ലാത്തിനും തടസ്സങ്ങളും പ്രശ്നങ്ങളും പ്രോബ്ലമാണ്. മൊത്തത്തിൽ ജീവിത സാഹചര്യങ്ങൾ മൊത്തം തടസ്സങ്ങളായിട്ട് കാണുന്നത്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലവേഴ്സ് ആയിരിക്കാൻ, രണ്ടുപേരും തമ്മിൽ കൂടിച്ചേരാൻ വലിയ തടസ്സങ്ങള്, ബന്ധുക്കളായിട്ടുള്ളവര് തടസ്സം നിൽക്കുന്നു, അല്ലെങ്കിലും നിങ്ങൾ രണ്ട് കാസ്റ്റൊക്കെയാണ് ബന്ധുക്കൾ തടസ്സം നിൽക്കുന്നു, അല്ലെങ്കിൽ സാമ്പത്തികം പ്രോബ്ലമായിട്ട് വില്ലനായിട്ട് നിൽക്കുന്നു. അങ്ങനെയൊക്കെ എന്തൊക്കെയോ തടസ്സങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ട് നിങ്ങൾ വളരെയധികം കരയുകയാണ്. അപ്പൊ എന്തൊക്കെയോ ചിലപ്പോൾ ലവേഴ്സ് ആയിരിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ എന്തോ പ്രോബ്ലം ഉണ്ടായിട്ട് നിങ്ങൾ നല്ല ജോഡികളൊക്കെയാണ്, ഭയങ്കര സ്നേഹമായിരുന്നു, പക്ഷെ നിങ്ങൾ എന്തോ കാരണങ്ങൾ കൊണ്ട് പിണങ്ങി പിരിഞ്ഞു നിൽക്കുകയാണ്. ഇപ്പൊ ഒരാള് പൂർണ്ണമായി കോണ്ടാക്ട് ആക്കിയിരിക്കുന്നു മറ്റേ ആളിനെ. അങ്ങനെ ഭയങ്കര കരച്ചിലും ബഹളങ്ങളും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നു. എന്ത് ചെയ്യണം, അവളെ എന്നേക്കുമായി നഷ്ടപ്പെട്ടല്ലോ, അവനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടോ, തിരികെ വരുമോ എന്നൊക്കെ ഓർത്ത് കരഞ്ഞ് ഇരിക്കുന്ന ഒരു അവസ്ഥയും കാണുന്നുണ്ട് ചിലർക്ക്. മൊത്തത്തിൽ എല്ലാം ഒരു സങ്കടാവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്താണ് സഡൻ ചേഞ്ച്, നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ എന്ത് മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതെന്നാണ് നോക്കുന്നത്. അപ്പൊ നിങ്ങളോട് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട്. എന്ത് പ്രശ്നമാണെങ്കിലും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ സ്ട്രെങ്ത് കാർഡ് പറയുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള നോ കോണ്ടാക്ട് ആണെങ്കിൽ, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നോ കോണ്ടാക്ട് ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തിരികെ വരുമെന്ന് എനിക്കിവിടെ പറയും. കാരണം നിങ്ങൾ ചേരേണ്ട ജോഡിയാണെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ടിൻ ഫ്ലെയിം സോൾമേറ്റ് ഒക്കെ പോലത്തെ നല്ല ചേരേണ്ട ജോഡിയാണ്, നല്ല സ്നേഹമുള്ള വ്യക്തികളാണ്. നല്ല രീതിയിൽ ദൈവം അനുഗ്രഹിച്ച് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല സ്നേഹമാണ്. ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കാര്യമാക്കേണ്ടതിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും. നിങ്ങൾ തമ്മിൽ മാരേജ് ഉണ്ട് എന്നാണ് അങ്ങനെയുള്ള ചില വ്യക്തികളോട് പറയുന്നത് കേട്ടോ. തിരികെ വരുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുന്ന വ്യക്തികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നെന്ന് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് ഫലം ലഭിക്കും, നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു നിങ്ങൾ പണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഹെൽപ്പ് ആരെന്നെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ലഭിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇനി സാമ്പത്തികവും പ്രശ്നങ്ങളും ജോലി നഷ്ടപ്പെട്ടതിന്റെ ഒക്കെ ഒരു അവസ്ഥയിലാണ് കരയുന്നതെങ്കിൽ, ഒരുപാട് കടപ്പാരങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുമെന്ന് പറയുന്നുണ്ട്. നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുമെന്ന് പറയുന്നു. 7 കപ്പ് നിങ്ങൾക്ക് നല്ല നല്ല ജോലി ലഭിക്കാനായിട്ട്, വീണ്ടും നല്ല ജോലി തന്നെ നിങ്ങളെ തേടി വരും. ഇതുവരെ ഉണ്ടായിരുന്നതിനൊക്കെ നല്ല ബെറ്റർ ആയിട്ടുള്ള നല്ല നല്ല ജോലികൾ വരും. നല്ല രീതിയിൽ സാമ്പത്തിക വർധനവും സാലറി വർധനവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. അതുപോലെ അതിലൂടെ നിങ്ങളുടെ സാമ്പത്തികമൊക്കെ വർദ്ധിക്കുമെന്ന് പറയുന്നുണ്ട്. നല്ല രീതിയിൽ സാമ്പത്തികം വരുമെന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ സാമ്പത്തികത്തിന് വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പം ബിസിനസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹാർഡ് വർക്ക്, അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ഒരുപാട് മുടക്ക് മുതൽ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ നിങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരെ കാണുന്നുണ്ട്. നല്ല രീതിയിൽ നിങ്ങളുടെ ആ ഒരു സാമ്പത്തിക അടിത്തറ പാകുകയാണ്. ഇപ്പൊ ബിസിനസ് ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പം
1-2 വർഷത്തേക്കിന് അല്ലെങ്കിൽ 1 വർഷമൊക്കെ അല്ലെങ്കിൽ 2 വർഷത്തേക്ക് വലിയ ലാഭമൊന്നും വരില്ല. ആദ്യം നിങ്ങൾക്ക് അതിനേക്ക് ഒരു മുതൽ മുടക്കാണ്, വലിയൊരു എമൗണ്ട് അങ്ങോട്ടേക്ക് മുടക്കണം. അപ്പോൾ ലാഭം പതുക്കെ വരുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ മുതൽ മുടക്കി ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അതിന് ഇപ്പം വലിയൊരു ലാഭമൊന്നും കിട്ടുന്നില്ല, പക്ഷെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് നല്ല ലാഭമൊക്കെ കിട്ടും. നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ബിസിനസ് ഒക്കെ ഡല്ലായിരിക്കുന്നതിന്റെ കാര്യത്തിലാണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട. ആ ഒരു ബിസിനസ് നല്ല രീതിയിൽ നല്ല ഒരു സക്സസിലേക്ക് വരുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഇപ്പം ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്വന്തമായിട്ട് സ്വയം തൊഴിൽ രീതിയിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തിരിക്കാൻ, ആ ഒരു ടൈലറിംഗ് ഷോപ്പോ അല്ലെങ്കിൽ തുണിക്കടയോ എന്തെങ്കിലും ബ്യൂട്ടി പാർലർ, അങ്ങനെ നിങ്ങളെ ലേഡീസ് ആണെങ്കിലും ജെന്റ്സ് ആണെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു സ്വന്തം കഴിവനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും എന്താ പറയുക ഹെർമിറ്റ് വന്നിട്ടുണ്ട്. ആ ഒരു സ്വന്തം കഴിവിലൂടെ നിങ്ങളുടെ വഴി തെളിച്ചു പോകുന്നവരായിരിക്കും. അതായത് നിങ്ങൾക്ക് അറിയാവുന്ന എന്തൊക്കെയോ തൊഴിലിന്റെ അനുസരിച്ച് ബിസിനസ് ചെയ്യുന്നതായിരിക്കും. അത് ഡെവലപ്പ് ആക്കി കൊണ്ടുവരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ തുടങ്ങിയിട്ടുണ്ടാവും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഷോപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പതുക്കെയാണ് ബിസിനസ് വരുള്ളൂ. ഇപ്പൊ ബിസിനസ് ഇല്ലാത്തതിന്റെ പേര് നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവാം. കടമെടുത്താണ് അല്ലെങ്കിൽ ലോൺ എടുത്തൊക്കെയാണ് തുടങ്ങിയത്, ബിസിനസ് കുറവാന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നുണ്ടാവും. പക്ഷെ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ആ ഒരു സ്ഥാപനത്തിൽ നല്ല രീതിയിൽ ബിസിനസ് വരുമെന്നാണ് പറയുന്നത്. നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. സഡൻ ചെയ്തത് പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യത്തിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മോശമായ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. സ്ട്രോങ് ആയിട്ട് ഇരിക്കാനാണ് പറയുന്നത്. ഏതൊരു കാര്യം ഇപ്പൊ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാരേജ് ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം മൂലം നിങ്ങൾ അത് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ വിട്ടുപോയെന്ന് വെച്ച് നോ കോണ്ടാക്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ചോയ്സസ് വരും എന്ന് പറയുന്നുണ്ട്. ഒരുപാട് ചോയ്സസ് നിങ്ങൾക്ക് ഇനിയും ഉണ്ടാവും. മറ്റൊരു മാരേജ് ഉണ്ടാവും, പ്രപ്പോസലുകൾ വരും, പുതിയ ലവ് വരും, പുതിയ പ്രപ്പോസൽ വരും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഒരുപക്ഷെ ഈ ഒരു ഇപ്പോഴത്തേത് സിറ്റുവേഷൻ നിങ്ങളെ ഇപ്പോഴത്തെ ഒരു വ്യക്തി നിങ്ങളെ വിട്ടു പോയത് അതൊരു പക്ഷെ കാർമിക റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാവാം. നിങ്ങൾക്ക് നല്ല സോൾമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു മാരേജ് വരുമെന്നാണ് പറയുന്നത്. നിങ്ങൾ അതിനായിട്ട് സ്ട്രോങ് ആയിട്ട് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ അടുത്തൊരു ലെവലിൽ സന്തോഷിക്കാനുള്ള ഒരു അവസരമാണ്. അതായത് നിങ്ങൾ ഇതുവരെ സങ്കടവും കരച്ചിലും ആയിരുന്നെങ്കിൽ ഇനി നിങ്ങൾക്ക് സന്തോഷമാണ് വരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വരുവാണ്. അതിനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് കാർഡുകൾ കാണുന്നത്. നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷം വരാൻ പോവാണ്. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കാനാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ ഇട്ടിരിക്കുന്ന സൈൻ എന്ന് പറയുമ്പോൾ ഏരീസ്, ലിയോ, സജിറ്റേറിയസ് ഉണ്ട്, ഫയർ സൈൻ ഉണ്ട്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എയർ സൈൻ ഉണ്ട്, പിന്നെ ക്യാൻസർ, സ്കോർപിയോ, പൈസസ് വാട്ടർ സൈൻ ഉണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, എർത്ത് സൈൻ. ഒരുവിധം എല്ലാ സൈനും ഉണ്ട് കേട്ടോ. ചിലർക്ക് ഇവിടെ ന്യൂ ബേബി വരുന്നതായിട്ട് കാണുന്നുണ്ട്, പ്രഗ്നൻസി കാണുന്നുണ്ട്, ന്യൂ ബേബി വരുന്നുണ്ട്, ന്യൂ ലവ് വരുന്നുണ്ട്, പുതിയ ലവ് അല്ലെ പുതിയ പ്രപ്പോസൽ ഒക്കെ വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ചിലർക്ക് കേട്ടോ. ചിലർക്ക് മാരേജ് നടക്കാൻ പോകുന്നു, മാരേജ് വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് കുറച്ച് സമയം കൂടെ ഉള്ളു. പെട്ടെന്ന് തന്നെ ഇവിടെ 9 ഓഫ് വണ്ട് വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കാൻ പോവാണ്. നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. 9 ഓഫ് വണ്ട് കുറച്ച് ടൈമും കൂടെ അതിനായിട്ട് കാത്തിരുന്നാൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ. ചിലർക്ക് വളരെയധികം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ചില വ്യക്തികൾക്ക് വളരെയധികം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരാൻ പോകും. നിങ്ങൾ എന്താ പറയാ, ഒരുപാട് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ നല്ല നിക്ഷേപങ്ങളൊക്കെ ഇട്ടിരിക്കുന്നതാവാം, അല്ല ഒരുപാട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു വർഷങ്ങളായിട്ട് സാമ്പത്തികം വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയോ ഹാർഡ് വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഡെപ്പോസിറ്റ് പോലെ നിങ്ങൾ അതിന്റെ ഫലം അനുഭവിക്കാൻ സമയമായി. ഇനിയാണ് ഒരുപാട് നാളെ നിങ്ങൾ ആ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ഒരു വലിയൊരു നിക്ഷേപം ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ്, ഒരുപാട് നാളായി കാത്തിരിക്കുകയാണ് അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് നിങ്ങൾ പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഒരു സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിക്കാൻ, ഏതോ നിക്ഷേപത്തിന്റെയൊക്കെ പ്രോഫിറ്റ് ലഭിക്കാൻ നിങ്ങൾക്ക് സമയമായിട്ടുണ്ട് എന്നിവിടെ പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ വളരെ നാളത്തെ ഹാർഡ് വർക്കിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. ഇനി അനുഭവിക്കാൻ പോകുന്നു, അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇനി ലഭിക്കാൻ പോകുന്നു കാണിക്കുന്നത്. നിങ്ങളുടെ വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ അവസാനിക്കുന്നു. ഒരുപാട് വിഷമങ്ങളിലൂടെ സങ്കടങ്ങളിലൂടെ പോയിരുന്ന ഈ നാളുകളിലൊക്കെ ഒരുപാട് വിഷമങ്ങളിലൂടെ സങ്കടങ്ങളിലൂടെ പോയിരുന്ന നിങ്ങളുടെ സിറ്റുവേഷൻ എൻഡാകാൻ പോവാണ്. ഒരുപാട് പെയിൻ നിങ്ങൾ
ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് ഒരു അവസാനം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു, എൻഡാകാൻ പോകണം. നിങ്ങളുടെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് എൻഡായി നിങ്ങൾ എൻഡാകാൻ പോകണം, അതായത് അവസാനിക്കാൻ പോകുന്നു. നിങ്ങൾ സന്തോഷം അനുഭവിക്കാൻ പോകുന്നു, നല്ല സമയത്തേക്ക് കടക്കാൻ പോകുന്നു. അതായത് ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിലേക്ക് ഒരുപാട് ഫണ്ട് വരുമ്പോൾ, നിങ്ങളുടെ വസ്തു വിൽക്കാൻ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വസ്തു വിൽപ്പനയ്ക്കായിട്ട് നിങ്ങൾ ഒരുപാട് നാളായി അതിനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ സമയം ആവാത്തത് കൊണ്ട് നടന്നില്ല, പക്ഷെ അത് നടക്കാൻ പോകുന്നു. അങ്ങനെ ആ ഒരുപക്ഷെ നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ പോകുന്നുണ്ട്. അങ്ങനെ എന്തോ നിങ്ങളുടെ നിക്ഷേപം, അതായത് വസ്തു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു നിക്ഷേപം തന്നെയാണ്. ആ ഒരു നിക്ഷേപം നിങ്ങളുടെ, അല്ലെങ്കിൽ ആ ഒരു വസ്തു വിൽപ്പനയിലൂടെ നിങ്ങൾക്ക് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, വിറ്റ് നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ കരച്ചിൽ അവസാനിക്കുന്നത്, അതായത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം, കടങ്ങളൊക്കെ ഉണ്ട് അത് വീട്ടാൻ കഴിയുന്നു, ജപ്തി ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാൻ പോകുന്നു. അതായത് നിങ്ങളുടെ പെയിൻഫുൾ ആയിട്ടുള്ള ദിവസങ്ങൾ അവസാനിക്കുന്നു. നിങ്ങൾക്കൊരു പുതിയ സന്തോഷത്തിൻ്റെതായിട്ടുള്ള ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. എന്തൊക്കെയോ നിങ്ങൾക്ക് ഒരുപാട് ലഭിക്കാൻ പോകണം. കപ്പ് നിറഞ്ഞൊഴുക്കുന്ന രീതിയിൽ എന്തൊക്കെയോ ദൈവം നിങ്ങൾക്ക് തരാൻ പോകണം. നിങ്ങളെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കാൻ പോകുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്ന ചില വ്യക്തികൾ. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, ചില വ്യക്തികളുടെ ഒരുപാട് നാളായിട്ട് ചില കാര്യങ്ങളിൽ കരഞ്ഞ് വിഷമിച്ച് എങ്ങനെ രക്ഷപ്പെടും എന്നറിയാതെ ആരും സഹായിക്കാനില്ലാതിരുന്ന ചില വ്യക്തികളുടെ ഒരു എനർജി കാണുന്നു. അവരോടാണ് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വലിയ ഒരു കാര്യം, എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ഇത്രയും നാളായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ആ ഒരു കാര്യത്തിന് റിസൾട്ട് ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് എനിക്കിവിടെ ഒരു ചെറിയ റീഡിംഗ്, ഇന്നൊരു ചെറിയ റീഡിംഗ് ആണ്. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഈ റീഡിങ്ങിൽ പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതുവരെ നിങ്ങൾ എന്തിനു വേണ്ടി ശ്രമിച്ചോ, എന്തിനു വേണ്ടി കരഞ്ഞോ, ഇത് കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തോ പരിശ്രമിച്ചോ, അതിന്റെ റിസൾട്ട് ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ സന്തോഷത്തിന്റെ സമയമായിരിക്കുന്നു. നിങ്ങൾ ഇതുവരെ കരയായിരുന്നെങ്കിൽ ഇനി ചിരിക്കാൻ പോകുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.